ജുഡീഷ്യറിയിലെ അഴിമതിയെക്കുറിച്ച് പ്രതിപാദിച്ച NCERTയുടെ 8ാം ക്ലാസ് സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകം നിരോധിച്ച് ശക്തമായ നടപടികളുമായി സുപ്രീംകോടതി. NCERTയുടെ ഡയറക്ടർക്കും കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ ഡയറക്ടർക്കും നോട്ടീസ് അയച്ചു. കോടതിയലക്ഷ്യ നിയമമോ മറ്റേതെങ്കിലും നിയമപ്രകാരം നടപടിയെടുക്കാൻ കാരണമുണ്ടെങ്കിൽ കാണിക്കുവാനും ആവശ്യപ്പെട്ടു. പുസ്തകത്തിന്റെ മുഴുവൻ കോപ്പികളും കണ്ടുകെട്ടാനും സോഫ്റ്റ് കോപ്പികൾ പിൻവലിക്കാനും കോടതി ഉത്തരവിട്ടു. വിവാദ പാഠപുസ്തകത്തെക്കുറിച്ചുള്ള മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന്റെ ശക്തമായ ഇടപെടൽ. ജുഡീഷ്യറിയെ അവഹേളിക്കാൻ ബോധപൂർവം ശ്രമിച്ചതാണെന്ന് തെളിഞ്ഞാൽ ക്രിമിനൽ കോടതിയലക്ഷ്യ നടപടിയുണ്ടാകുമെന്ന് മുന്നറിയിപ്പും നൽകി. വിവാദാധ്യായം തയ്യാറാക്കിയവരുടെ പേരും തീരുമാനമെടുത്ത യോഗത്തിന്റെ മിനിറ്റ്സും ഹാജരാക്കാൻ നിർദ്ദേശം നൽകി. കോടതി കർശന നിലപാടെടുത്തതിന് പിന്നാലെ പത്രക്കുറിപ്പിൽ മാപ്പ് പറഞ്ഞ NCERT തിരുത്തി തയ്യാറാക്കുമെന്നും അറിയിച്ചു. പുസ്തകത്തിന്റെ വിതരണം നിർത്തിയതായും പ്രഖ്യാപിച്ചു. പത്രക്കുറിപ്പിൽ ഖേദപ്രകടനത്തിന്റെ ഒരു വാക്കുപോലുമില്ലെന്ന് വാദത്തിനിടെ ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ നടപടി ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നില്ലെന്നും തലകൾ ഉരുളുമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെ ന്യായീകരിച്ചുകൊണ്ട് സുപ്രീംകോടതി സെക്രട്ടറി ജനറലിനെ കത്തെഴുതിയ NCERT ഡയറക്ടറുടെ നടപടി ധിക്കാരപരമാണെന്ന് ജസ്റ്റിസുമാരായ ജോയ് മല്യ ബാഗ്ചിയും വിപുൽ പഞ്ചോളിയും കൂടി ഉൾപ്പെട്ട ബെഞ്ച് നിരീക്ഷിച്ചു. ജുഡീഷ്യറിയുടെ അന്തസ്സിടിക്കാൻ വളരെ ആഴത്തിലുള്ള ഗൂഢാലോചന നടത്തിയതായാണ് മനസ്സിലാകുന്നതെന്നും കോടതി പറഞ്ഞു.